വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ടിനെതിരെ പീഡന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ആശുപത്രി മുൻ സൂപ്രണ്ട് സുനിൽ കുമാറിനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. സനിറ്റ വിവരങ്ങളുമായിട്ടുണ്ട്. സനിറ്റ, വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് മുൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ സുനിൽ കുമാറിനെതിരെ ഇപ്പോൾ രംഗത്തുള്ളത്. അതായത് 2023 മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയ ഈ യുവതിയെ അവിടെ വെച്ച് ഈ സുനിൽ കുമാർ ലൈംഗികമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് കോവളത്ത് ഒരു മുറിയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയെ വീണ്ടും ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു പീഡനം നടത്തുന്നു. വലിയ തരത്തിലുള്ള ഒരു മാനസിക ശാരീരിക പീഡനമാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ യുവതി ഏൽക്കേണ്ടി വരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്നലെ ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ പരാതി സ്വീകരിച്ച് ഇത്തരത്തിൽ ഒരു നിയമ നടപടിയുമായി അല്ലെങ്കിൽ കേസ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ആ സാമ്പത്തിക ഇടപാടുകളിൽ പ്രകോപനം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിൽ ആ സ്ത്രീ പ്രകോപനം കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് വരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആരോപണമുണ്ട്. എന്നിരുന്നാൽ പോലും ഇദ്ദേഹം 2023 നടന്ന വിഷയമാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയ ഈ യുവതി ഇത്തരത്തിൽ ഒരു പീഡനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വിഷയമാണ്. അങ്ങനെ ഇരുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആ പെൺകുട്ടിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് എന്തായാലും ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ചെയ്തു. ഓക്കെ സനിറ്റ, ശരി. സനിറ്റയാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്ന്.